ഹലോ നമസ്കാരം. നമ്മളിന്നുള്ളത് ആറന്മുളയിൽ പള്ളിയോട സേവാ സംഘത്തിൻ്റെ ആറന്മുള വള്ളസദ്യ കഴിക്കാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയുടെ പൈതൃകം വിളിച്ചോതുന്ന ഒരു കലാരൂപം തന്നെയാണ് ഈ പള്ളിയോട എത്തുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ വള്ളസദ്യയും. വള്ളസദ്യയുടെ ടിക്കറ്റ് എങ്ങനെ കിട്ടണമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. പള്ളിയോടത്തിൽ തുഴഞ്ഞെത്തുന്ന തുഴച്ചിലുകാർ ക്ഷേത്രത്തിന് വലം വെച്ച് സദ്യ കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പള്ളിയോട സംഘത്തിന് നേർച്ചയായിട്ടാവും ഈ ആറന്മുളയിലെ ദേശക്കാർ സദ്യ ഒരുക്കുന്നത്. സാധാരണ സദ്യ കഴിക്കുന്നത് പോലെ നമുക്ക് വന്ന് ഇരുന്ന് ഉടനെ സദ്യ കഴിക്കാനായിട്ട് സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് വഞ്ചിപ്പാട്ട് പാടി പള്ളിയോട സംഘത്തിന് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഇരുത്തിയിട്ടാണ് നമുക്ക് സദ്യ വിളമ്പുന്നത്. എഴുപതോളം വിഭവങ്ങൾ ഈ സദ്യയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 44ഓളം ഐറ്റംസ് നമ്മൾ സ്പോട്ടിൽ വിളമ്പി വെക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള ഭാഗം പള്ളിയോടത്തിലെത്തിയവർ വിളിച്ചു ചൊല്ലിയാണ് സദ്യയ്ക്ക് വേണ്ടി മേടിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ വാഴയിലയിൽ ഈ സദ്യയ്ക്ക് വേണ്ട എല്ലാം ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ മനോഹരമായ ഒരു അനുഭവമാണ്. എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ എടുപ്പാണ് ആദ്യം ഇരിക്കുന്നവർ തന്നെ. വഞ്ചിപ്പാട്ട് പാടി ഒഴിച്ചു ചൊല്ലി ചോറ് വിളമ്പി ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു അനുഭവമാണ് ഈ ആറന്മുള വള്ളസദ്യ എന്ന് പറയുന്നത്. കഴിച്ചു കഴിഞ്ഞിട്ടുള്ള അവസാന ഭാഗമാണിത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കുകയുള്ളൂ. ക്ഷേത്രത്തിലെത്തി ദേവസ്വം ബോർഡിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് സദ്യയുടെ ബുക്കിംഗ് നടത്താവുന്നതാണ്.